ഭാഗ്യം അയാളേ പിന്നാലെ വന്നിട്ടില്ല. രക്ഷപ്പെട്ട്. ഇയാളിത് എവിടെ പോലും ജീവിക്കാൻ സമ്മതിക്കില്ല. എവിടേക്ക് പോയാൽ അപ്പം പിന്നാലെ ഉണ്ടാവും. ഒരു 20,000 രൂപ മേടിച്ചാലാണ് ഇത്ര തിരക്ക് അവർക്ക്. ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കില്ല. എന്താണ് പ്രശ്നം? ഇതെന്താണോ തലേ കൂടെ മുട്ടിരിക്കണേ? ആ ഇളമേലെ കൊള്ള വന്നതാ. നട്ടിട്ടിരിക്കണേ ചൂട് കൂടിയാക്കപ്പളേ ഞാൻ ഇട്ടതാണ് പുറത്ത്. എന്ത് മനുഷ്യനാണിത്? അവിടെ നിൽക്കട്ടെ. താരത് പേടിച്ചോടി വരുന്നത് എന്താരും പിന്നാലെ വരുന്ന പിന്നാലെ വരും. ഞാനേ ഒരു മാസം മുന്നേ ഒരു അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് 20,000 രൂപ മേടിച്ചിട്ടേ 2 മാസം കഴിഞ്ഞിറക്കണ്. ഓഹോ. പണിക്ക് പോകാൻ പാകില്ല. ചായക്കട കയറാൻ പാകില്ല. അയ്യോ. ഇയാൾ ഏത് വഴിക്ക് കൂടെ വരികയെന്ന് ഒരു പിടുത്തം കാണാനില്ലേ. അപ്പൊ അയാളെ പേടിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഓടി വന്നത്. പൈസ കിട്ടാണ്ട് കൊടുക്കും. ഇതിപ്പോ ആൾക്കൊരു സൗകര്യം തരുന്നില്ല വെച്ചാല് എന്താ ഇങ്ങനെ കണ്ടിറക്കണ്? പിന്നെ പൈസ മേടിച്ച പിന്നെ കൊടുക്കണ്ടേ? ഹലോ അണ്ണായി അടുത്ത ആഴ്ച പൈസ ചെയ്യമാട്ടെ. എന്റെ അണ്ണ എനിക്കില്ല ജീവിക്കണ്ടേ, എന്റെ പൊണ്ടാട്ടി എന്റെ കുഴந்தைകൾ ജീവിക്കണ്ടേ. ദയവ് ചെയ്ത് എന്റെ പൈസ തരണം. അണ്ണ അടുത്ത ആഴ്ച വെറുതെ ഞാൻ പൈസ ഉള്ളത് തരാം. ഓക്കെ 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 അണ്ണാ, അടുത്ത വാരം ഞാൻ വരണ്ട്. എന്നെ എത്ര നിങ്ങൾ പറ്റിക്കുന്നത് കുറച്ചെങ്കിലും തന്നുവിട അണ്ണ. ഓക്കെ ഓക്കെ തരും തരും. ഓക്കെ അല്ല അണ്ണ? അടുത്ത ആഴ്ച വാ, എങ്ക തരും പൈസ തന്നിരിക്കും. ഓക്കെ ഓക്കെ പൈസ തരും തരും തരും. ഓക്കെ അണ്ണ തന്നിരിക്കും. തരും തരും. ഞാൻ അടുത്ത ആഴ്ച വേറെ വഴി കാണുമല്ലോ. എല്ലാ മലയാളികള് നല്ലതാണ്. പക്ഷേ இந்த മലയാളി എന്ത് മലയാളിയാ? കടവുളേ.